വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് ദശാംശ രീതികൾ അല്ലെങ്കിൽ ഡെസിമൽ മെത്തേഡ്. ഇതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കാണാത്തവർ അങ്ങ് കണ്ട് എഴുതിയെടുക്കണം കേട്ടോ. കാരണം 1ഉം 2ഉം പാർട്ട് അഥവാ ലിങ്കിൽ കിട്ടാത്തവർ ഇത് വൃത്തിയായിട്ട് നോക്കി മനസ്സിലാക്കണം. ഞാനിത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? അതായത് 2 0 താഴെ വന്നാൽ 1 0 താഴെ വന്നാലൊക്കെ എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ 2 പാർട്ടിലും പഠിച്ചത്. അത് നല്ലപോലെ നോക്കണേ നിങ്ങൾ. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ലിങ്ക് കണ്ടതിന് ശേഷമേ ഇത് കാണാവൂ. കാരണം അതിൻ്റെ ബാക്കിയായിട്ടാണ്. വേണേ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ഫ്രാക്ഷനിൽ തന്നിരിക്കുകയാണ്. ഈ ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് മാറ്റിയേക്കുകയാണ്. ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലോട്ട് മാറ്റിയേക്കുകയാണ്. ഭിന്നസംഖ്യ നോക്കുമ്പോൾ താഴെ 1 0 ആണെങ്കിൽ 1 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. താഴെ 2 0 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. അതല്ല 3 0 ആണെങ്കിൽ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. അതാണ് ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലോട്ട് മാറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ചാപ്റ്ററിനകത്തിൽ പിരിച്ചെഴുതുകാനുള്ളതാണ്. എന്താ നിങ്ങളെ പ്ലേസ് വാല്യൂ കാണാനോ അല്ലെങ്കിൽ സ്ഥാനവില കാണാനോ എങ്ങനെയാണെന്നാണ്. അതും നമ്മൾ പഠിച്ചതാണ്. ഇപ്പം പറഞ്ഞ രീതി അനുസരിച്ച് നോക്കിയേ, 325/10 എന്ന് പറയുന്നത് 10ന് 1 0 ആണ്. ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ഇനി ഇതിനെ എങ്ങനെ പിരിച്ചെഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് നമ്മൾ 1s 10s 100 എന്നും പറഞ്ഞാണ് ചെല്ലുന്നത്. പക്ഷേ പോയിന്റ് കഴിഞ്ഞ് വലത്തോട്ട് 1 ഇല്ല കുഞ്ഞുങ്ങളെ, 10th 100th 1000th ഇത്തുണ്ട് കേട്ടോ. TH പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ഒക്കെ പഠിക്കുക. അതായത് ഇത് കൂടുതലും CBSEയിലായിരുന്നു പഠിക്കാനുള്ളത്. ഇപ്പോൾ അത് കേരള സിലബസിലോട്ടും തന്നിരിക്കുക കേട്ടോ. അപ്പം അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നതിനെ കേട്ടോ. അപ്പോൾ അതിനെ നിങ്ങൾ ബോക്സിലോട്ട്, ഇത് നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ നല്ലതുപോലെ ഇട്ടതാണ്. അത്രയും സമയം ഞാൻ കളയുന്നില്ല. അപ്പോൾ കാണാത്തവർ ആ 2 ലിങ്കും കയറി കാണണം കേട്ടോ. എങ്കിലേ അപ്പോൾ ഈ പിരിച്ചെഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാടി കയറി ചെയ്യരുത്. ദണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷം മാത്രമേ ബോക്സിലോട്ട് ദണ്ട് ഇതുപോലെ മാറ്റി എഴുതാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. ആ മറ്റേ 2 ലിങ്കും കയറി കാണണേ നിങ്ങളെ കേട്ടോ. നിങ്ങൾ അത് കണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതും പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അടുത്ത നോക്കിക്കേ, നമ്മൾ ഈ പറഞ്ഞ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക. അതായത് ദശാംശ രൂപത്തെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുക. അതും ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, 45.06 എന്ന് പറയുന്ന നമ്പർ. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തോണം, ഒരിക്കലും പോയിന്റ് കഴിഞ്ഞ് സംഖ്യകൾ കൂട്ടി വായിക്കത്തില്ല. പോയിന്റ് കഴിഞ്ഞ് എപ്പോഴും ഓരോ സംഖ്യകൾ എടുത്തെടുത്തേ പറയത്തുള്ളൂ. അപ്പോൾ 45.06 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതും? തന്നിരിക്കുന്ന സംഖ്യ അതുപോലെ എടുത്തെഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വലത്തോട്ടുണ്ടോ അത്രയും 0 താഴെ ഇടുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഇവിടെ നോക്കിയാൽ 45.67 എന്നാണ്. അപ്പോൾ നമ്മൾ 45.67 മുകളിൽ അതുപോലെ എഴുതി. പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് അല്ലേ, അപ്പോൾ 2 0 വരുന്നത് 100ലാണ്. ഇത് നോക്കിക്കേ, 4.506 എന്നാണ്. നമ്മൾ അതിനെ അതുപോലെ എഴുതിയിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ആയതുകൊണ്ട് 3 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളെ. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന വിചാരിക്കും, ഇത് എത്രാമത്തെ വട്ടോ ഇത് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അടുത്ത 2 ആഴ്ചയുടെ കഴിയുമ്പോൾ എക്സാമാണ് അല്ലേ. അപ്പോൾ അതൊന്നും നോക്കാം. ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. പിന്നെ മടങ്ങുകളെ കുറിച്ചാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാനുമാണ് ഇതുവരെ പറഞ്ഞത്. അതായത് ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലോട്ടും ദശാംശത്തെ ഭിന്നസംഖ്യയിലോട്ടും മാറ്റാനാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. രണ്ടാമത്തത് ഡെസിമൽ സംഖ്യകൾ തങ്ങളിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് കുഞ്ഞുങ്ങളെ. രണ്ടാമത്തെ പാർട്ടിൽ ഡെസിമൽ പാർട്ടുകൾ തങ്ങളിൽ കൂട്ടുന്നത് എങ്ങനെയാണ് എപ്പോഴും നോക്കി. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. ഇപ്പോൾ 5 മണി എന്ന് നമ്മൾ പറയുക. 5 മണി എന്ന് പറഞ്ഞാൽ 5.00 അല്ലേ കുഞ്ഞുങ്ങളെ, അല്ലയോ? അതുപോലെ തന്നെ 4 മണി 3 മണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 5. നിങ്ങളുടെ ക്ലോക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ വാച്ച്, ഇപ്പോൾ എല്ലാവർക്കും വാച്ച് ഉണ്ട് അല്ലേ. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ വാച്ചുകളുമാണ്. അപ്പോൾ അതിൻ്റെ 00 ഒക്കെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഇത്. ഇപ്പോൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5.00 എന്നാണ്. പിന്നെ എപ്പോഴും കൂട്ടാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തിലേക്ക് ഏറ്റവും വലിയ, ഇപ്പം ഇതൊക്കെ ഇത് ഒരക്കമേ ഉള്ളൂ, ഇത് 2 അക്കം, ഇത് 3 അക്കം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ആദ്യമേ ഈ വലിയ അക്കം ആദ്യമേ അങ്ങ് എഴുതുക. വലിയ അക്കം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 3.26 എന്നുള്ള നമ്പറിനെ ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് അതായത് 3 എണ്ണത്തിന് എഴുതുക, 2 എണ്ണത്തിന് എഴുതുക, ഒരെണ്ണത്തിന് എഴുതുക. എഴുതുന്ന രീതി നമ്മൾ പറഞ്ഞതാണ്, മറക്കല്ലേ കുഞ്ഞുങ്ങളെ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, 1s 10s തിരിഞ്ഞു പോകരുത്. പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് വരുന്നതാണ് 1s 10s. പോയിന്റ് കഴിഞ്ഞ് വലത്തോട്ട് പോകുന്നത് 10th 100th ഒക്കെയാണ് കേട്ടോ. ഇതാണ്ട്
ഇത് ഈ പേന വെച്ച് എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതായത് ഒരു ട്രയാങ്കിളാണ് അല്ലെങ്കിൽ ഒരു ത്രികോണമാണ്. ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 3 വശങ്ങളും കൂടെ കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിൻ്റെ എല്ലാം നമ്മൾ കണക്ക് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. ഇത് മനസ്സിലാവാത്തവർ നമ്മുടെ ആ പഴയ ലിങ്ക് കയറി കാണണേ നിങ്ങളെ കേട്ടോ. ഇതെല്ലാം നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. അതെ, എക്സർസൈസ്. അതായത് ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണം. അങ്ങനെയാണെങ്കിൽ 4 ഷർട്ട് വാങ്ങിക്കാൻ ഒന്നുകിൽ നമുക്ക് 1.45 അധികം 1.45 അധികം 1. അങ്ങനെ 4 വട്ടം പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് വേണമെങ്കിൽ നോക്കാം. പക്ഷെ നമ്മൾ അംഗൻവാടി കുഞ്ഞുങ്ങളോ അല്ലെ 1ലോ 2ലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണോ നമ്മൾ അങ്ങനെ 5 വട്ടം ഇരുന്ന് എഴുതാൻ കേട്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അപ്പം ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ അപ്പം അതിൻ്റെ സ്റ്റെപ്പ് കണ്ടോ? ഇനി ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചെഴുതണ്ട. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് മനസ്സിലാകേണ്ട ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ എത്ര മീറ്റർ. അപ്പോൾ ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തയ്ക്കാൻ = 1.4. നിങ്ങൾക്ക് അറിയാവുന്ന രീതി എഴുതിയാൽ മതി കുഞ്ഞുങ്ങളെ. അപ്പോൾ മറ്റൊരാൾ അങ്ങനെ എഴുതി എന്നതുകൊണ്ട് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ആ സ്റ്റെപ്പ് എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്. ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ എത്ര മീറ്റർ തുണി വേണം? 1.45. ഇനി 4 ഷർട്ടിന് എത്ര വേണം? 4 ഷർട്ട് എന്ന് എഴുതിയിട്ട് 4 ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.45 × 4 കേട്ടോ. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിലിട്ടാണ്. അഥവാ നിങ്ങൾക്ക് ഈ ആൻസർ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 4 വട്ടം 1.45 കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആൻസറും ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാണ്. അതുപോലെ തന്നെ ഒരു സഞ്ചിയിൽ ഇതൊക്കെ ഞാൻ ചെയ്താൽ നിങ്ങളെ, കാരണം ഇതും കൊണ്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാലേ എനിക്ക് മറ്റേ പാഠം പഠിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് എക്സർസൈസ് ക്വസ്റ്റ്യൻ. ഒരു പെൻറ്റഗൺ തന്നിട്ടുണ്ട്. പെൻറ്റഗണിന് എത്ര സൈഡുണ്ട്? 5 സൈഡുണ്ട്. ഒരു വശം 2.35 ആണെങ്കിൽ 2.35 × 5 ആണ് കേട്ടോ. അത് ചെയ്തിട്ടിട്ടുണ്ട്. അഥവാ അറിയാൻ വയ്യാത്തവർക്ക് ഇതൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത് കേട്ടോ. നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? ഈ ആൻസർ വൃത്തിയായിട്ട് എഴുതിയിരിക്കണേ. ആ പെൻറ്റഗണിൻ്റെ കണക്കാണ്, ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ എ വെസൽ ഫുൾ ഓഫ് ഓയിൽ, ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പിയിൽ നിറച്ചു അതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർ എഴുതിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ അതത്രയായിരുന്നു ഇന്നലെ പഠിപ്പിച്ചത് അല്ലേ. ഇനി നമുക്ക് ദശാംശ ഗുണനം അല്ലേ, പുതിയതായിട്ട് പഠിക്കാൻ നോക്കൂ കുഞ്ഞുങ്ങളെ. ദശാംശ ഗുണനം എന്നാണ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കണേ കുഞ്ഞുങ്ങളെ. മലയാളം മീഡിയക്കാരെ ഇംഗ്ലീഷ് മീഡിയക്കാരെ ഒക്കെ നോക്കണേ. നോക്കിക്കേണ്ട, ഇതാണ് പേജ് നമ്പർ മാഞ്ഞു പോയോ? 74 കുഞ്ഞുങ്ങളെ. പേജ് നമ്പർ 74 കാണാൻ പറ്റുന്നുണ്ടോ? ദശാംശ ഗുണനം. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഡെസിമലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. നമ്മൾ ടെസ്റ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ നോക്കട്ടെ. 8.5 സെൻറ്റിമീറ്റർ നീളവും 6.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്താ കുഞ്ഞുങ്ങളെ? ലെങ്തും തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എന്നോ അല്ലെങ്കിൽ വിഡ്ത്ത് എന്നോ പറഞ്ഞാൽ മതി. ഇനി അത് നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട. വീതിക്ക് ചിലപ്പോൾ വിഡ്ത്ത് എന്നായിരിക്കും തരുന്നത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർ കേട്ടോ കുഞ്ഞുങ്ങളെ, വീതിക്ക് ബ്രെഡ്ത്ത് എന്നോ വിഡ്ത്ത് എന്നോ തരും കേട്ടോ. അപ്പം ലെങ്തും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്, നീളവും വീതിയും തന്നിട്ടുണ്ട്. എന്താണ്? റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്തറിയണം? ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ അറിയണം. അത് നമുക്ക് കഴിഞ്ഞ വർഷം അറിയാൻ വയ്യാത്തവരോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നോക്കൂ നിങ്ങളെ. L × B ആണ്. ലെങ്ത് × ബ്രെഡ്ത്ത്, നീളം ഗുണം വീതിയാണ് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ ആണോ? അപ്പം ഞാൻ ചുറ്റളവ് ചോദിക്കട്ടെ. ചുറ്റളവ് എന്തുമായിരിക്കും? നമ്മൾ നേരെ ഇരുന്ന് വല്ലതും പഠിപ്പിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറയാം. 2 × L + B ആണ് കേട്ടോ. പോട്ടോ കുഞ്ഞുങ്ങളെ. അറിയാൻ വയ്യാത്തവർ കേട്ടാണ് പഠിക്കുന്നതല്ലേ, കണ്ടും കേട്ടുമൊക്കെ അല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അറിയാൻ വയ്യെങ്കിൽ വിട്ടേരെ. ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L × B ആണ് കേട്ടോ. എല്ലും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. എല്ലും ബിയും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഡെസിമലിലാ തരുന്നത് എങ്കിൽ, ഏതൊരു ചോദ്യവും ദശാംശ രൂപത്തിലാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം കുഞ്ഞുങ്ങളെ? ഫ്രാക്ഷനിലോട്ട് അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലോട്ട് മാറ്റണം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. എന്താ കുഞ്ഞുങ്ങളെ? അത് കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഗുണിക്കാനായാലും ഡിവൈഡ് ചെയ്ത് എന്തും ആയിക്കോട്ടെ, ക്വസ്റ്റ്യനിൽ നമ്മളോട് ഡെസിമലിലാണ് അല്ലെങ്കിൽ ദശാംശ രൂപത്തിലാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ജോലി എന്താണ്? അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുക എന്നാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ചോദ്യം 8.5 6.5. ഞാൻ കൂടുതൽ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും അത് ഒരുപോലെ മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. ഇംഗ്ലീഷ് ഈ 8.5 എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയേണ്ട കാര്യമുണ്ടോ?
അതൊക്കെ കേട്ടാൽ അറിയത്തില്ല കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാം മലയാളികളല്ലേ അല്ലേ. 8 ഒത്തിരി പോയോ 8.5 ഇൻറ്റു 6.5. 8.5 നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് മാറ്റും ഒന്ന് പറയാമോ? മനസ്സിലെങ്കിലും ഒന്ന് പറഞ്ഞേ. 8.5 എന്ന് വെച്ചാൽ നമ്മുടെ ജോലി ഡെസിമലി തരുന്നതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? ഈ തന്നിരിക്കുന്നതിനെ അതുപോലെ എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് 1 0 10. അത് നമ്മൾ ആദ്യമേ പഠിച്ചതാ, ഫസ്റ്റ് പാർട്ടി പഠിച്ചതാ അല്ലേ. ഇനി അതിൻ്റെ സമയം കളയണ്ടല്ലോ. എന്താ തന്നിരിക്കുന്നതിനെ അതുപോലെ എഴുതുക. ഇവിടെ നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമായതുകൊണ്ട് ഒരെണ്ണം വരുന്നത്, ഒരു 0 വരുന്നത് 10. ഓക്കെ, അതിനെ നമ്മൾ ഫ്രാക്ഷൻ മാറ്റി. ഇൻറ്റു 6.5. 6.5നെ അതായത് 65 എന്ന് എഴുതുക. പോയിന്റ് കഴിഞ്ഞ് അതിനും ഒരെണ്ണേ ഉള്ളൂ. അപ്പം ഒരെണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു 0 വരുന്നത് 10. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി. ഇത് ഞാൻ പറയുമ്പോൾ അങ്ങ് ഒരുപാടുണ്ടെങ്കിലും എന്താ ചെറിയൊരു കണക്കാണ്. ഞാൻ അങ്ങ് ഒരുപാട് നീട്ടിപ്പോന്നെങ്കിൽ ഇത് മനസ്സിലാൻ വേണ്ടി നിങ്ങളെ ഏതൊരു ക്വസ്റ്റ്യൻ തരുമ്പോഴും അത് ഡെസിമൽ ഇല്ലാതിരുന്നെങ്കിൽ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്. അപ്പം നോക്കിക്കേ, 85/10 ഇൻറ്റു 65/10. 85നെ 65 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 85 ഇൻറ്റു 65/10 ഇൻറ്റു 10. 85നെ 65 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം 5525 വരും കേട്ടോ. ഞാനിവിടെ വേറൊരു പേപ്പറിലിട്ടാണ് ചെയ്തത്. നോക്കൂ നിങ്ങളെ, 85നെ 65 കൊണ്ട്, 5ൻ്റെ ഒക്കെ ടേബിൾ അറിയാമല്ലോ. അറിയാമേ ടേബിളിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം അതാണ് പഠിച്ചത്. ടേബിൾ അറിയണേ കുഞ്ഞുങ്ങളെ. ടേബിൾ അറിയാൻ വയ്യാതെ നമുക്ക് ഒരു കണക്കും നടക്കത്തില്ല കേട്ടോ. അപ്പം ഇതിനകത്ത് ഈ 5ൻ്റെ ടേബിൾ മാത്രം പഠിച്ച ഇത് ഈ കണക്ക് കേട്ടോ. പക്ഷെ നമുക്ക് ടേബിൾ 10 വരെയും മിനിമം അറിയണേ കേട്ടോ. അപ്പോൾ 85 ഇൻറ്റു 65 ബൈ എത്ര 5525 കിട്ടും. ബൈ 10 ഇൻറ്റു 10 100 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നമുക്കറിയാം എന്താ തന്നിരിക്കുന്നതിനെ അതുപോലെ എഴുതുക. എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം. ഇപ്പം 2 0 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇത് അറിയാവുന്നവർക്ക് പടപടപടയെന്ന് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് പടപടയാണോ? ആണോ? ആയിരിക്കണം കേട്ടോ. ഇതിൽ കൂടുതലൊന്നും നമുക്കിതിനെ ലഘൂകരിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ. ഇത് എളുപ്പ വഴിയിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഏതൊരു കൊച്ചു 3 പഠിക്കുന്ന പിള്ളേർക്ക് വരെയും ഇത് കണ്ടാൽ മനസ്സിലാകത്തക്ക രീതിയിലാണ് കേട്ടോ. ആണോ? അടുത്ത് നോക്കിയേ, എക്സസൈസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഈ മോഡൽ ഞാനൊന്ന് പറഞ്ഞതാണ്. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്ന പ്രോബ്ലം തന്നെയായിരുന്നു കുഞ്ഞുങ്ങളെ. അത് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടായി, വെറുതെ ചെയ്തിട്ടാൽ പോരാല്ലോ. അപ്പോൾ നോക്കുക, 6.25 മീറ്റർ നീളവും 4.2 മീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? നമുക്ക് ആ മേളിൽ തന്നേക്കുന്ന പോലെ തന്നെ അല്ലയോ കുഞ്ഞുങ്ങളെ. എന്താ ഫൈൻഡ് ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 6.25 മീറ്റർ ആൻഡ് വിഡ്ത്ത് 4.2 മീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഓഫ് ലെങ്ത്. ഒന്നുമില്ല, മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഏരിയ ഓഫ് റെക്ടാങ്കിൾ കാണുന്ന ഇക്വേഷൻ. റെക്ടാങ്കിളിനെ കുറിച്ചാണല്ലോ റെക്ടാങ്കിൾ. അതിൻ്റെ ലെങ്തും തന്നിട്ടുണ്ട്, നീളവും തന്നിട്ടുണ്ട്, എന്താ വീതി എന്താ വിഡ്ത്ത്. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ വീതിയാണ് കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവർ കേട്ടോണേ, വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ വീതി, ലെങ്ത് എപ്പോഴും നീളം തന്നെ കേട്ടോ. അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് വെച്ചാൽ L ഇൻറ്റു ബി ആണ്. ചതുരത്തിൻ്റെ പരപ്പളവ് എപ്പോഴും L ഇൻറ്റു ബി തന്നെയാണ്. ഞാനിവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. L എന്ന് വെച്ചാൽ നീളമാണ്, ബി എന്ന് വെച്ചാൽ വീതിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എന്താ, നമ്മുടെ ക്വസ്റ്റ്യൻ ഡെസിമലിലാണോ? നിങ്ങൾ ഓരോ ചാപ്റ്ററിനും ഓരോ ക്ലൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ആ ലിങ്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതാവും നിങ്ങളെ ഈ ഡെസിമൽ എന്നുള്ള പാഠം നിങ്ങൾ കാണുമ്പോഴേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡെസിമൽ ആയിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ ജോലി അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക, ദശാംശത്തിൽ തരുന്നതിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുക എന്നതാണ് നിങ്ങളുടെ ജോലി. അതറിയാവുന്നൊരു കുട്ടിക്ക് ഈ കണക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റും. ഏത് കണക്ക് തന്നാലും ചെയ്യാൻ പറ്റും. നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്നത് ഡെസിമലിലാണ്, ചോദ്യം ഡെസിമലിലാണ്, ലെങ്തും ബ്രെഡ്ത്തും ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ എന്താക്കുക നോക്കിയേ, ഫ്രാക്ഷനിലോട്ട് ഞാൻ 2 മാറ്റി. 6.25. ഇതിന് സംശയം ഉണ്ടോ നിങ്ങൾ? ഇത് നമ്മൾ 1ഉം 2ഉം ലിങ്കിൽ നല്ലതുപോലെ ഇത് കിട്ടുന്നത് ഞാൻ പഠിപ്പിച്ചതാണ്. അഥവാ ഒട്ടും മനസ്സിലാവാത്തവർക്ക് അത് കയറി കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പം 6.25 എന്ന് പറയുന്നത് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയതുകൊണ്ട് 2 0, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരെണ്ണം ആയതുകൊണ്ട് 1 0. ഓക്കെ, അപ്പോൾ L ഇൻറ്റു ബി ആണ് ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് റെക്ടാങ്കിൾ നമുക്കറിയാം L ഇൻറ്റു ബി ആണ്. അപ്പോൾ എന്താ 625/100 ഇൻറ്റു 42/10 അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി എന്താണ്? ഈ 625 ഇൻറ്റു 42നെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. 625 ഇൻറ്റു 42 എത്ര നിങ്ങളെ? 26,250. 26,000 അല്ലയോ? 1s 10s 100 1000 10,000 26,250. എത്രയോ ആയിക്കോട്ടെ, ആ കിട്ടിയ സംഖ്യയെ അതുപോലെ എഴുതി വെക്കുക കേട്ടോ.
26250 26,250. ഇനി നോക്കിക്കേ 100 × 10 എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം അങ്ങ് എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടോ നിങ്ങളെ? 10 × 10 100 എത്ര പൂജ്യം ഉണ്ടോ ആ പൂജ്യം നിരത്തി അങ്ങ് വെച്ചാൽ ഇവിടെ 1 2 3 പൂജ്യം വരുന്നത് 1000 കേട്ടോ. അപ്പോൾ എന്താ ചെയ്യണം? നമുക്ക് ഫ്രാക്ഷനിൽ കിട്ടി 26,250/1000 കിട്ടി. ഇപ്പം നമ്മളെന്താ ക്വസ്റ്റ്യനെ അതുപോലെ എഴുതുക. എത്ര പൂജ്യം ഉണ്ട്? 1 2 3 പൂജ്യം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഓക്കെ ആണോ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ് ഇച്ചിരി നീട്ടി കൊണ്ടുവന്നെങ്കിലും നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇച്ചിരി നീട്ടി കൊണ്ടുവന്നത് ഇതേലെ മോഡൽ ഏത് ക്വസ്റ്റ്യൻ ഇതിപ്പോൾ ഇത് തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ടെസ്റ്റിലെ ഒരു ക്വസ്റ്റ്യനും ആയിരിക്കത്തില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ എഴുതാൻ അറിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അല്ലേ. ഇപ്പോൾ ഈ ടെസ്റ്റിൽ തരുന്ന ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ പറയും വെളിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. ഒന്നും വെളിയിൽ നിന്നോ ലഡാക്കിൽ നിന്നൊന്നും വരുന്ന ഒന്നും അല്ല. ഈ ക്വസ്റ്റ്യന് മോഡൽ ഇതെന്ന് അറിഞ്ഞിരിക്കണം. മോഡൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് കണക്ക് വന്നാലും ചെയ്യാൻ അറിയണം കേട്ടോ. അത്രയേ ഉള്ളൂ. പൊവഞ്ഞു പോയോ എന്തോ എൻ്റെ കുഞ്ഞുങ്ങളെ. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരൊറ്റ ക്ലൂ ഓർത്താൽ മതി. നമ്മുടെ ചോദ്യം ഡെസിമലിലാണോ? ഡെസിമലിലാണെങ്കിൽ ഫ്രാക്ഷൻ ആക്കുക. ഫ്രാക്ഷൻ ആക്കിയിട്ട് ശേഷം പിന്നെ ഇൻഡ്യൂ ചെയ്യാൻ അറിയണം കേട്ടോ. ആ ഒരൊറ്റ ഇതേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് ഗുണനത്തെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ഇൻഡ്യൂ ചെയ്യാൻ അറിയണം കേട്ടോ. ഓക്കെ. 1 മില്ലി വെളിച്ചെണ്ണയുടെ ഭാരം 0.91 ഗ്രാം ആണ്. ഞാൻ എപ്പോഴും പറയുന്നു, പോയിന്റ് കഴിഞ്ഞ് ഒരിക്കലും കൂട്ടി വായിക്കരുത്. അതാരും അങ്ങനെ തെറ്റ് വായിക്കരുത് കേട്ടോ. 0.91 ഗ്രാം ആണ്. 10.5 മില്ലി വെളിച്ചെണ്ണയുടെ ഭാരം എത്ര ഗ്രാം ആണ്? ദ വെയിറ്റ് ഓഫ് 1 മില്ലി ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 0.91 ഗ്രാം. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 10.5 മില്ലി ഓഫ് കോക്കനട്ട് ഓയിൽ? ഇംഗ്ലീഷ് മലയാളം തന്നിട്ടുണ്ടോ നിങ്ങളെ? അതായത് ഇംഗ്ലീഷ് വായിച്ചിട്ടും അർത്ഥം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയും കൂടാണ് ഈ മലയാളം ഞാൻ എഴുതിയിടുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മലയാളം കറക്റ്റ് എന്തുവാന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടും കൂടാണ് ഞാൻ ഈ മലയാളവും കൂടി എഴുതിയേക്കുന്നത്. നോക്കിക്കേ, 1 മില്ലി വെളിച്ചെണ്ണയുടെ ഭാരം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 0.91 ഗ്രാം ആണ്. അതായത് ദ വെയിറ്റ് ഓഫ്, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെപ്പ് എഴുതുന്നത് എപ്പോഴും നിങ്ങൾ ആരെങ്കിലും എഴുതി വെച്ചു അത് കണ്ടെന്നും എഴുതേണ്ട കാര്യമില്ല. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് നമുക്ക് എപ്പോഴും സ്റ്റെപ്പ്. അപ്പോൾ അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഇനി 10.5 മില്ലി വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണ്? അപ്പോൾ 1 മില്ലി വെളിച്ചെണ്ണയുടെ നമുക്ക് 0.91 ആണെങ്കിൽ എത്ര? 10.5. ഇവിടെ ചോദ്യം നോക്കിയേ. ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നിങ്ങളെ? ഇതെല്ലാം തന്നിരിക്കുന്നത്? നമുക്ക് ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെസിമലിനെ മാറ്റി എന്തോ ആക്കണം കുഞ്ഞുങ്ങളെ? അതിനെ ഫ്രാക്ഷനിലോട്ട്. നിങ്ങളുടെ ആദ്യ ജോലി അതാണ്. ഡെസിമലിൽ ഏത് ചോദ്യം നിന്നാലും അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുക. അതിന് ഡൗട്ട് ഇല്ലല്ലോ. കാരണം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ അതുപോലെ മുകളിൽ എഴുതുക. ബൈ പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യയുണ്ടോ, 2 സംഖ്യയാണെങ്കിൽ 2 0 വരുന്നത് 100. പോയിന്റ് കഴിഞ്ഞ് 1 സംഖ്യയുള്ളെങ്കിൽ 1 0 വരുന്നത് 10. പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റാണ് വരുന്നതെങ്കിൽ 3 പൂജ്യം വരുന്നത് 1000. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെ എഴുതിക്കോണം കേട്ടോ. ഇനി ഞാൻ പറയണ്ടല്ലോ. അപ്പം നമുക്ക് 91/100 കിട്ടി, 105/10 കിട്ടി അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 91നെ 105 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ചെയ്യുന്നതിൽ നല്ലത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ 105നെ 91 കൊണ്ട് തന്നെ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. എത്ര കിട്ടി? 9,555 അല്ലേ? 9,555. 9,555. ഓക്കെ ആണോ നിങ്ങളെ? ഇൻഡ്യൂ ചെയ്ത് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടേക്കുന്ന അത്രയും സമയം ലാഭിക്കുക. നിങ്ങൾക്ക് അതിൻ്റെയും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം അത്രയും ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത്രയും സമയം കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സംഭവം ഒന്നും കൂടി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ ഇവിടെ 91നെ 105 കൊണ്ട് നമ്മൾ 105നെ 91 കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോൾ എത്ര കിട്ടി? 9,555 കിട്ടി. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ അതിനെ അതുപോലെ അങ്ങ് എഴുതുക കേട്ടോ. 9,555നെ അതുപോലെ എഴുതിയിട്ട് ബൈ 100 × 10. 100 × 10 എത്ര? പൂജ്യം എത്ര ഉണ്ടെന്ന് അങ്ങ് നോക്കിയാൽ മതി കേട്ടോ. കൂടുതൽ ആലോചിക്കേണ്ട. എത്ര? 1 2 3 പൂജ്യം വരുന്നത് 1000-നാണ്. അപ്പം നമുക്ക് ഇവിടെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനിൽ കിട്ടി. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമ്മുടെ ജോലി എന്താണ്? ഈ ഫ്രാക്ഷനെ എന്ത് ചെയ്യുക? ഡെസിമലിലോട്ട് മാറ്റുക. എത്ര മുകളിൽ തരുന്നതിനെ അതുപോലെ എഴുതുക. എത്ര പൂജ്യമുണ്ടോ, 3 പൂജ്യമാണെങ്കിൽ 3 പൂജ്യം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? പെർഫെക്റ്റ് ഓക്കെ ആണോ? ആണോടാ?
ഇവിടെ മുത്തേ പറയുന്ന കേൾക്കാം. മലയാളവും ഇംഗ്ലീഷും ഞാൻ എഴുതി തന്നെ തന്നിട്ടുണ്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ മലയാളം നോക്കുമ്പോൾ മനസ്സിലാവത്തില്ലയോ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, ഡെസിമലിലായിരിക്കും നമ്മുടെ ചോദ്യം അല്ലേ. എല്ലാ ചോദ്യവും ഡെസിമലിലാണ് തന്നെ. നമ്മുടെ ജോലി എന്താ, അത് ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഫ്രാക്ഷനിലോട്ട് മാറ്റി മാത്രം വെക്കാനാണോ നമ്മളോട് ചോദിച്ചത്? അല്ല. എന്താ, അതെന്താണോ ഇവിടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇനി ആദ്യത്തെ അഡീഷൻ ഉണ്ടായിരുന്നു ഇല്ലേ, ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെ എന്തോ ആയിക്കോട്ടെ കൂട്ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അഡീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെസിമൽ എവിടെയാണോ കിടക്കുന്നത് അത് അതിൻ്റെ തന്നെ നേരെ തന്നെ ആ ഡെസിമൽ ഇട്ടിട്ട് ലെഫ്റ്റും റൈറ്റും എൻ്റെ സംഖ്യകൾ എഴുതി ചെയ്യണം. മുമ്പ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ലിങ്കിലൊക്കെ പറഞ്ഞതാണ് അല്ലേ. ഇത് നോക്കിക്കേ, നമ്മുടെ എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം പറക്കേണ്ടത്. ഇത് കണ്ടില്ലേ. ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ, നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത നോക്കിക്കോ, ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യനുകളാണ് മാത്രമായിരുന്നു കേട്ടോ. 1 ലിറ്റർ പെട്രോളിൻ്റെ വില 110.12 രൂപ. ഈ 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില എത്രയാണ്? ദ പ്രൈസ് ഓഫ് 1 ലിറ്റർ ഓഫ് പെട്രോൾ ഈസ് 110.12 റുപ്പീസ്. വാട്ട് 110.12 അല്ലേ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 ലിറ്റർ ഓഫ് പെട്രോൾ? അതായത് 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 12 പൈസയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില എത്രയാണ്? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളെ, 110.12 എന്ത് ചെയ്യുക, 2.5 വെച്ച് ഇൻറ്റു ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. നോക്കിക്കേ, അപ്പം നമുക്ക് സ്റ്റെപ്പ് എഴുതാൻ ഞാൻ പറഞ്ഞു, ഡൗട്ട് അടിക്കേണ്ട. ചിലർക്ക് സ്റ്റെപ്പ് എഴുതാൻ പേടിയാണ്. ശരിയാവോ അത് തന്നെ ഒരു നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ തന്നിരിക്കുന്ന എന്താ, ദ പ്രൈസ് 1 ലിറ്റർ പെട്രോളിന് 110.12 അല്ലേ. ദ പ്രൈസ് ഓഫ് 1 ലിറ്റർ, ദ പ്രൈസ് ഓഫ് 2.5 ലിറ്റർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ, 110.12 ഇൻറ്റു 2.5 കേട്ടോ. എന്താണ് 110.12 ഇൻറ്റു 2.5. അതായത് എന്ത് ചെയ്യണം, നമുക്ക് ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. ഡെസിമലിനെ എന്താക്കുക, ഫ്രാക്ഷൻ ആക്കുക ആണല്ലോ നിങ്ങളെ. ഡെസിമൽ ഏത് ചോദിച്ചാലും അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി. അപ്പോൾ 110.12 എന്നുള്ളതിനെ എന്താ, പോയിന്റ് കഴിഞ്ഞിട്ട് എന്താ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 100 വെച്ച്. ഇനി 2.5 എന്നുള്ളത് പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് 1 0. അപ്പോൾ എന്ത് കിട്ടി, ഈ 2 സംഖ്യകളും കിട്ടി. അതിന് സംശയം വല്ല ഉണ്ടോ നിങ്ങൾ? ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക ആണല്ലോ. കാരണം എന്താ, 1 ലിറ്റർ ഇൻറ്റു 2.5 ലിറ്റർ അല്ലേ. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിൻ്റെ സംശയം ഉണ്ടോ നിങ്ങളാണ്? ഇത് അതുപോലെ എഴുതി വെച്ചിരിക്കുക. ഇനി നമ്മുടെ ജോലി എന്താണ്, 1100 അല്ലല്ല 11,000 1s 10s 100 1000 10,000 11,012 ഇൻറ്റു 2.5 നമ്മൾ ഗുണിച്ച് നോക്കണം. എന്നാണ് ഇവിടെ ഞാൻ ഗുണിച്ചിട്ടിട്ടുണ്ട്. 11,000 അല്ല 1s 10s 100 1000 10,000. അപ്പോൾ എന്താ 11,012 ഇൻറ്റു 25 നമ്മൾ ഇൻറ്റു ചെയ്തപ്പം ഈ എത്ര, 2,75,300. 1s 10s 100 1000 10,000 ലാക്ക് 2,75,300 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എന്തോ ആയിക്കോട്ടെ കേട്ടോ. ആ ഗുണിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്ത് വെക്കുന്ന ആൻസറിനെ എടുത്ത് എഴുതുക ബൈ എന്തോ. ഇത് മാത്രം എഴുതിയിട്ട് അയ്യോ എനിക്ക് ആൻസർ കിട്ടി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകല്ലോ കുഞ്ഞുങ്ങളെ. ഇതിനെ എന്തോ ചെയ്യണം, ബൈ കിടപ്പുണ്ട് ഇവിടെ ഒരു ഭാഗിക്കാൻ കിടപ്പുണ്ട്. 100 ഇൻറ്റു 10 എത്ര പൂജ്യമുണ്ട്, 3 പൂജ്യം. ആ 3 പൂജ്യം എടുത്ത് എഴുതുക. അപ്പം നമ്മുടെ എന്താ ഫ്രാക്ഷനിലോട്ട് മാറ്റി. ഇനി എന്താക്കുക, ഈ ഫ്രാക്ഷനെ എന്താക്കണം, ഡെസിമലിലോട്ട് മാറ്റണം. കാരണം ചോദ്യം ഡെസിമലിലല്ലായിരുന്നോ, നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഫ്രാക്ഷനിലിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താണ് 3 പൂജ്യം ആയതുകൊണ്ട് 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ഗുണനക്രിയകൾ എന്ന് പറയുന്ന ഒരു ഇതാണ്. ടെസ്റ്റിൽ കണ്ടോ നിങ്ങളെ, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. നമ്മൾ നോക്കിക്കേ, 314 ഇൻറ്റു 12 എത്രയാണ്, 314 ഇൻറ്റു 12 എത്രയാണെന്നാണ് ടെസ്റ്റിലെ ചോദ്യമാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. നോക്കിക്കേ, ഇത് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് കണ്ടോ. 314 ഇൻറ്റു 12 ഇത് ഒരു പ്രത്യേകം മെത്തേഡാണ് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നൊക്കെ ഇതിനെ പറയുമ്പോട്ടെ. 314 ഇൻറ്റു 12 എന്ന് പറയുന്നത് 10 അധികം 2 ആണ്. എന്താ നിങ്ങളെ, ഈ 12നെ നമ്മൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. ഇത് 5ാം ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മാറ്റമായിരുന്നു 5ാം ക്ലാസ്സുകാർക്കും കേട്ടോ. 5ാം ക്ലാസ്സുകാരുടെയും രീതികൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനുള്ള പാഠമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 12 എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് എന്താ, 10+2 ആണല്ലോ 12. 12 എന്ന് പറയുന്നത് 10 അധികം 2 ആണ്. നിങ്ങളിത് നല്ലപോലെ ഓർത്ത് വെച്ചിരിക്കണം. ഇതല്ലേ മെത്തേഡിലെ കണക്ക് കേട്ടോ. ഒറ്റയടിക്ക് എന്തായാലും 314 12 കൊണ്ട് ഗുണിക്കാൻ നിങ്ങളോട് ചോദിക്കത്തില്ല. അപ്പോൾ ഇത് ഏത് രീതിയിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താ, ഫസ്റ്റ് കിടക്കുന്നതിനെ അതുപോലെ എഴുതുക. രണ്ടാമത് കിടക്കുന്ന 12 എന്ന് പറയുന്നത് 10 അധികം 2 ആണ്. മനസ്സിലായോ നിങ്ങളെ? ഇത് ടെസ്റ്റിലെ കണക്കാണ്. അപ്പം 314 ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നറിയോ, ഈ 314
അതുകൊണ്ട് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം നിങ്ങളെ, സമയം പോയാലും വേണ്ടിയില്ല. 314 ഇൻറ്റു 12 അല്ലേ. ഇതിനെ എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത് തരുന്ന 314 ഇൻറ്റു എന്ത് ചെയ്യുന്നറിയാം 10 + 2. മനസ്സിലായോ? 10 + 2 = 12. ഇനി എന്താണെന്നറിയോ, ഈ 314 പോയിട്ട് ഈ 10നെ കാണും. 314 പോയിട്ട് ആരെ കാണും? 314 ഇൻറ്റു 10നെ പോയി കണ്ടോ? പ്ലസ് ഈ പ്ലസ് വന്നത് ദാണ്ട് ഈ പ്ലസ് ആണ് കേട്ടോ. പ്ലസ് പിന്നെ 314 പോയി ആരെ കാണും? 2നെ കാണും. 314 പോയിട്ട് ആരെ കാണും? 2നെ കാണും. ഇപ്പോൾ പിടികിട്ടിയോ? ഈ വെളിയിൽ ഈ ഫസ്റ്റ് നമ്പർ പോയിട്ട് ആദ്യം പോയി ആരെ കാണും? 10നെ കാണും. പിന്നെ പോയി ആരെ കാണും? 2നെ കാണും. അപ്പോൾ 314 ഇൻറ്റു 10 ഒരു 0 കൂടെ അങ്ങിട്ട് കൊടുത്താൽ പോരെയോ? പ്ലസ് 314 ഇൻറ്റു 2 628 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 37 68 എന്ന് വരും. ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തോ വലിയ സംഭവം തോന്നുമെങ്കിലും നിങ്ങൾ 1-2 വട്ടം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ സിമ്പിൾ കണക്കില്ല കേട്ടോ. എളുപ്പം ചെയ്ത് പഠിക്കണ്ടേ കുഞ്ഞുങ്ങളെ? ഇത് നോക്കിയിരിക്കില്ലേ, ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? അതായത് ഫസ്റ്റ് ഡിജിറ്റിനെ അതുപോലെ എഴുതുക 314 ഓക്കെ ഇൻറ്റു 12. ആ രണ്ടാമത് വരുന്ന സംഖ്യയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്. 12 എന്ന് പറയുന്നത് 10 + 2 ആണ്. ഇനി എന്താ, വെളിയിൽ കിടക്കുന്ന 314 പോയി ആദ്യത്തെ ആളിനെ കണ്ടോ? രണ്ടാമത്തെ ആളിനെ പോയി കണ്ടോ? 314 ഇൻറ്റു 10 ഇപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 3140. 314 ഇൻറ്റു 2 628. ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഈ സംഖ്യ അത് തന്നെയാണ് ഇവിടെ. അങ്ങനെയാണെങ്കിലേ നിങ്ങളോട് ചോദിക്കുക 31.4 ഇൻറ്റു 12. നമ്മളോട് ആദ്യം പോയിന്റ് ഒന്നും ഇല്ലാതാണ് ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ പോയിന്റ് ഒന്നും ഇല്ലാതാണ് നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്കിത് കിട്ടിയത്. അപ്പോൾ അവർ പിന്നീട് ഒരു ട്വിസ്റ്റ് എന്താ, അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് ദശാംശം ഇട്ട് നമ്മളോട് നിങ്ങൾ എന്നാ ഒന്ന് ചെയ്ത് കാണിര്. നിങ്ങൾ ഇതങ്ങ് ചെയ്തല്ലോ, എന്നാൽ ഇതങ്ങ് ചെയ്ത് കാണിയിരുന്നു. നമ്മളോടാ കളി. എന്ത് ചെയ്യുമെന്ന് പറയുമോ? നമുക്ക് എന്താ നിങ്ങളെ ഡെസിമൽ എന്ത് തന്നാലും ഞങ്ങൾ അതിനെ ഫ്രാക്ഷനിലിട്ട് ഞങ്ങൾ ചെയ്യും അല്ലേ? എന്താ ദശാംശത്തിൻ്റെ ഏതൊരു കണക്ക് തന്നാലും ഞങ്ങൾ അതിനെ ഭിന്ന സംഖ്യയിലിട്ട് ചെയ്യും. ഞങ്ങളോട് അങ്ങനെ ആരും വാശി കേട്ടണ്ട അല്ലേ? 331.4 നമ്മൾ എന്താക്കി? 314/10. 10 എങ്ങനെ വന്നു ഇനിയും ചോദിക്കല്ലേ നിങ്ങളെ? പറയണോ? അതുപോലെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനമായതുകൊണ്ട് ഒരു 0 ഇൻറ്റു 12. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 314 ഇൻറ്റു 12 എത്ര കിട്ടും? 314 12 വെച്ച് ഇൻറ്റു ചെയ്യുമ്പം എത്ര? 3768 കിട്ടി. ഗുണിച്ച് നോക്കണേ കേട്ടോ. /10 നോക്കിയേ. /10 വന്നാൽ എന്താ? ഒരു 0 ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. ഇത്രയേ ഉള്ളൂ. അപ്പം രണ്ടും ഒരേ ആൻസർ കിട്ടിയോ? ഇല്ല. കിട്ടിയെന്ന് പറഞ്ഞോ ആരെങ്കിലും? ഇല്ല. എന്തുകൊണ്ടാ? ഇവിടെ പോയിന്റ് ഒന്നും ഇല്ലാതായതുകൊണ്ടാണ് ഇവിടെ ഈ ആൻസർ വന്നത്. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് വന്നതുകൊണ്ടാണ് ഇവിടെ എന്താ ആൻസറിലും പോയിന്റ് വന്നത്. ഇപ്പൊ പിടികിട്ടിയോ നിങ്ങളെ? അങ്ങനെ ആണെങ്കിലേ നിങ്ങളുടെ പേജ് നമ്പർ 76 കണ്ടോ കുറെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങളെ? പേജ് നമ്പർ 76 ദാണ്ടെ നോക്കിക്കേ. 1234 ഇൻറ്റു 56 1234 ഇൻറ്റു 56. പക്ഷേ അവരതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്ത് കുഴപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 69,104 69,104 എന്ന ആൻസറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ ഇത് പോയിന്റ് ഒന്നും ഇല്ലാതാണ് ഞങ്ങൾ തന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇട്ട് ചെയ്യണം. നമുക്കൊക്കെ നല്ല കണക്കെല്ലാം അവരങ്ങ് ചെയ്തിട്ടിട്ട് പോയിന്റ് എല്ലാം വന്നത് നമുക്ക് കിട്ടുവന്നു ഇല്ലയോ? എന്തൊരു ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷേ നമ്മളോട് കളിക്കണ്ട. എന്താ ഡെസിമൽ ആണോ അല്ലേ? ദശാംശ രൂപത്തിലാണോ വന്നേ? ഞങ്ങൾക്കറിയാം. എന്താ അതിനെ എന്തോ ആക്കണം കുഞ്ഞുങ്ങളെ? ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് മാറ്റുക. ഇനി ഇത് പറയണോ കുഞ്ഞുങ്ങളെ? കാരണം എന്താ, ഞാനിങ്ങനെ പറയുകയും ചെയ്യും, പറഞ്ഞു തരികയും ചെയ്യും. ഇതല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത്? ചെയ്ത് പഠിക്കാൻ വേണ്ടിയോ നിങ്ങളെ? നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്നത് 1.234. പോയിന്റിനെ എടുത്ത് കളഞ്ഞിട്ട് അതുപോലെ എഴുതുക. 1 2 3 4. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1 2 3. 1 2 3 0 വരുന്നത് 1000 ഇൻറ്റു 56. മനസ്സിലായോ? അതിന് ഡൗട്ട് ഉണ്ടോ? ഇനി എന്ത് ചെയ്യുക? ഇതിനെ 1234 ഇൻറ്റു 56 എത്ര ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ചാണ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. 69,104 തന്നിട്ടുണ്ട് അല്ലേ? എന്താ നിങ്ങളെ? 69,104. ഇനി ഞാൻ അത്രയും കൂട്ടി വായിക്കുന്നില്ല, അത് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ താഴെ എത്ര? 1000. അപ്പോൾ എന്താ 1000 എന്ന് വെച്ചാൽ എത്ര? 3 0 3 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചെയ്തു. 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമതേ ഒരു പണി തന്നിട്ടുണ്ട്. 12.34 ഇൻറ്റു 5.6. ഓക്കെ, രണ്ടിടത്ത് ഓരോ കുത്തിട്ട് തന്നു. അവരാദ്യമേ കുത്തൊന്നും ഇല്ലാതെ അല്ലേ, ദശാംശം ഒന്നും ഇല്ലാതെ അവർ ചെയ്തു തന്നു. പിന്നെ നമുക്ക് ആദ്യം ഒരു കുത്തിട്ടിട്ട് നമുക്ക് തന്നു, നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അടുത്തതിൽ എന്താവും? നിങ്ങൾ രണ്ടെണ്ണത്തിലും ഓരോ കുത്തിട്ട് തന്നിരിക്കുക.
പക്ഷേ എത്ര കുത്തുണ്ടെങ്കിലും നമ്മൾ ചെയ്യും. എന്താ, ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി, എന്നിട്ട് എന്തുവാ, മുകളിൽ തരുന്നതിനെ ഇൻഡ്യൂ ചെയ്തു. ഇൻഡ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. താഴെ എത്ര 0 ഉണ്ട്, 3 0 ആയപ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തിട്ടു. ഓക്കെ ആണോ നിങ്ങൾ? എളുപ്പമല്ലേ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ തരും, നിങ്ങൾ ഇത് തന്നെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നിട്ട് ഒരു വര മാത്രമേ തരത്തുള്ളൂ അവിടെ ആൻസർ എഴുതാൻ. പക്ഷേ നിങ്ങൾ ആ വര നോക്കണ്ട, ഒരു ഷീറ്റ് പേപ്പർ, എന്തായാലും പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, മേടിച്ചിട്ടാണ്ട് ഇതുപോലെ സ്റ്റെപ്പ് ഇതുപോലെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്ത് തെറ്റത്തില്ല, 0ൻ്റെ എണ്ണം മാറത്തില്ല, സ്ഥാനവില മാറത്തില്ല. മനസ്സിലായോ? ഇവിടെ നോക്കൂ, നിങ്ങളെ അടുത്തത് നോക്കിക്കേ, 123 പോയിന്റ്, അതായത് 123.4 ഇൻറ്റു 0.50 കണ്ടോ. അതും എന്താവും നിങ്ങളെ, 2 ഡെസിമലില്ല, നമ്മൾ അതിനെ എന്താ ഈ ഫ്രാക്ഷനിലോട്ട് മാറ്റി. പിന്നെ 1234 ഇൻറ്റു 56 നമുക്കറിയാം, 69,104 ആണെന്നറിയാം. ഇവിടെ എത്ര 0 ഉണ്ട്, 3 0, 3 എണ്ണം ഇട്ടു, അതും 3 സ്ഥാനം മാറ്റി കുത്തിടാനാണ്. എന്ന് വിചാരിച്ച് എല്ലാം അതുപോലെ ആവണമെന്നുണ്ടോ? അത് നമ്മൾ ചെയ്തു നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ കേട്ടോ. നോക്കി 1234 ഇൻറ്റു 0.056, ഇതിന് എന്താ പോയിന്റ് ഒന്നുമില്ല, അത് അതുപോലെ എഴുതി. ഇവിടെ പോയിന്റ് ഒന്ന് അടുത്തത് എന്താ 0.56, വേണമെങ്കിൽ 0 വിട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 56 എന്ന് എഴുതിയാലും ശരിയാ. കാരണം 1 2 3 ബൈ 3 0 ഉള്ളത് നമ്മൾ താഴെ ഡിനോമിനേറ്ററായിട്ട് എഴുതുന്നുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ ഇൻഡ്യൂ ചെയ്താൽ 69,104 കിട്ടും. ബൈ 3 0 എഴുതി, 3 സ്ഥാനം മാറ്റി കുത്തിട്ടു. അതായത് എങ്ങനെയൊക്കെ ചെയ്താലും ഒരേ ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഈ സ്റ്റെപ്പ് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. അതാണ് നിങ്ങളുടെ ജോലി, ഈ സ്റ്റെപ്പ് എഴുതി തന്നെ പഠിക്കണേ നിങ്ങളെ. അല്ലാതെ 0 അത്രയും കടന്നു അല്ലെ പോയിന്റ് അത്രയും കടന്നു എന്ന് പറഞ്ഞ് ചാടി കയറി ചെയ്യരുത്. പേജ് നമ്പർ 76 എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. ഇനി അതിനകത്തിൽ ഒരെണ്ണോടെ തന്നിട്ടുണ്ട്, നോക്കണേ നിങ്ങളെ. 1.234, അത് മിക്ക ടെസ്റ്റിലും തെളിഞ്ഞിട്ടില്ല കേട്ടോ. 1.234 ഇൻറ്റു 5.67, അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 6.999678. അതെങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? നോക്കിയേ, ഇത് എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നോക്കിയേ, ഡെസിമലിലാണ് തന്നിരിക്കുന്നത് ആണല്ലോ. ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ നമുക്കറിയാം, 1.234 ബൈ 3 എണ്ണം ആകുമ്പോൾ 3 0 ഇൻറ്റു മറ്റേതും ഡെസിമലാണ് 567 ബൈ പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണം ഇൻറ്റു എന്താ 69967 ആണ് നമുക്ക് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്. 1 2 3 4 5 0 വന്നിട്ടുണ്ട്. 1 2 3 4 5 സ്ഥാനം മാറ്റി കുത്തിയിടണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്തേക്കുന്നത് 12.34 ഇൻറ്റു 12 ഇതെല്ലാം എന്താവും ഞങ്ങൾ ഡെസിമലിലാണ് കണ്ടോ. ഡെസിമലിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്തോ ആക്കി ഫ്രാക്ഷനിലോട്ട് മാറ്റി കണ്ടോ. ഇത് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങളെ? അതായത് പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ആയതുകൊണ്ട് 3 0, അപ്പോൾ മൊത്തം എത്ര 0 ഉണ്ട്? 5 0 ഉണ്ട്. അപ്പോൾ 5 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം കണ്ടോ. ഇനി നോക്കിയേ, 1.234 ഇൻറ്റു, ഇത് പല ടീച്ചർമാരും പല രീതിയിലും പഠിപ്പിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രീതി ചെയ്താൽ നിങ്ങൾക്ക് തെറ്റത്തില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നത്. കാരണം എന്താ, 1.234 എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഡെസിമലാണ്. ഡെസിമലിൽ നമ്മൾ പെട്ടെന്ന് ഫ്രാക്ഷനിലോട്ട് മാറ്റി. ഇൻറ്റു 5 6, ഇതിൻ്റെ ഡെസിമൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ എഴുതി. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് ഓൾറെഡി ഒന്നുകിൽ നിങ്ങൾക്ക് ക്വസ്റ്റിനെ തരും, അല്ലെങ്കിൽ മാറ്റിയിട്ടൊന്ന് ചെയ്തു നോക്കണം. എന്താ, ഫസ്റ്റ് തന്നെ ചെയ്തിട്ട് ആൻസർ തന്നെയാണ് താപ്പോട്ടും വരുന്നത്. 69,900 എത്ര കുഞ്ഞുങ്ങളെ? 6,99,678 ആൻസർ. പക്ഷേ ഇവിടെ എത്ര? 3 0 ഉണ്ട്. 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. അടുത്ത നോക്കിക്കേ, 0.1234 അല്ലേ. അപ്പോൾ എന്താണ്, അവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 4 0 എഴുതുക. ഇൻറ്റു ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 2 0 ഇടുക. അപ്പം എത്ര? 1 2 3 4 5 6 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് ഒരിക്കലും പോയിന്റ് എന്ന് പറഞ്ഞ് തുടങ്ങത്തില്ല, അവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞതാണ്. നോക്കൂ നിങ്ങളെ, 1.234 ഇൻറ്റു എന്താ 56.7. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെയും എന്താ 3 4 എന്താ 4 എന്താ ഇത് ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടണം. ഇവിടെ നോക്കിക്കേ, അതിൽ എളുപ്പം പോയിന്റ് കഴിഞ്ഞ് 1 പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 ഇത് 1 5 സ്ഥാനം ലെഫ്റ്റിലോ. അത് എളുപ്പ വഴിയാങ്കിൽ തന്നെ ചിലപ്പം നിങ്ങൾക്ക് 0ക്ക് അതിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ എന്ന് കരുതിയ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തന്നെ ഞാൻ എഴുതി പഠിച്ചേ. അതുമല്ല, ഒട്ടും അറിയാൻ വയ്യാത്തവരാ, ഇതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്താമെന്നൊക്കെ ഒരു എക്സാമ്പിൾ. അതുകൊണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എന്താ 1 2 3, ഇവിടെ 3 സംഖ്യ, ഇവിടെ 1 സംഖ്യ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 1 സംഖ്യ അല്ലേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യ, ഇവിടെ പോയിന്റ് കഴിഞ്ഞു. അപ്പോൾ മൊത്തം
4 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാലും മതി. അത് എളുപ്പ വഴിയാണ്. ചിലപ്പോൾ അത് ശരിയാവാം, ചിലപ്പോൾ ചിലവർക്ക് അത് തെറ്റും. കാരണം ഇവിടെ നോക്കിയാൽ നിങ്ങളെ പോയിന്റ് 1 2 3 4 പോയിന്റ് കഴിഞ്ഞ് 4, ഇവിടെ 1 2 4 2 6 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടും. അത് എല്ലാ കണക്കിലും ഒന്നും അത്ര ക്ലിക്ക് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് പറയാഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ആ മെത്തേഡിലേലും നിങ്ങൾ ചെയ്യണം കേട്ടോ നിങ്ങളെ. എല്ലാ കണക്കുകളും ഇതുവരെയുള്ള കണക്കുകളെല്ലാം ഒന്നും ആയില്ല കേട്ടോ, പകുതി ആയിരുന്നു. ഇതൊരു വലിയ ചാപ്റ്ററാണ് കേട്ടോ കുഞ്ഞുങ്ങളെ, വലിയ ചാപ്റ്ററാണ്. ഇത് ഫുള്ളും പരീക്ഷയ്ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തിരക്കിയിട്ട് കമൻറ്റ് ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ചാപ്റ്റർ ഇത്രയും മതി. മനസ്സിലായെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറയുന്നതേ ഇല്ല. എല്ലാവരും പിന്നെ 1000 2000 പേരെ കാണുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആരും കമൻറ്റ് ബോക്സിൽ പറയുന്നില്ല, എന്തോ എങ്ങനെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞുങ്ങളെ. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ കേട്ടോ? കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഓക്കെ, അതുപോലെ ലൈറ്റല്ല കേട്ടോ, ലൈക്കും സത്യം ഇങ്ങനെ സംസാരിച്ച് കേട്ടല്ലോ, സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഇതേ അങ്ങ് പറയുമ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ കേട്ടോ. ഓക്കെ, താങ്ക് യു.